ഹലോ ഗൈസ്, ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഹാർലി ഡേവിഡ്സൻ്റെ ടയർ ഏകദേശം അല്ല, ടോട്ടലി ഔട്ടായിരിക്കുവാണ്. ഇൻസൈഡുള്ള നൂലെല്ലാം കാണാൻ തുടങ്ങി. ഇതെല്ലാം ഒരുപാട് പോയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് വരുന്നത് ലോക്കലി നമുക്ക് ഓർഡർ ചെയ്താലേ സാധനം കിട്ടത്തുള്ളൂ. ഷോപ്പുകളിലൊന്നും അവൈലബിൾ അല്ല. 180/70/16 വരുന്നത്. ഇപ്പം ഞാനൊരു ട്രാക്ക് ടയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്ന് മാറാനായിട്ട് കൊണ്ടുപോകണം. മാറുന്നതിൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ, അത് എല്ലായിടത്തും മാറാനും ചാൻസ് ഇല്ല. നോർമൽ ഷോപ്പുകളിലൊന്നും മാറാനായിട്ട് നടക്കത്തില്ല. ഞാനൊരു ഷോപ്പ് ഓൾറെഡി സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുപോയിട്ട് ടയർ ചേഞ്ച് ചെയ്യണം. അതിൻ്റെ വീഡിയോ ഇടാം. ഇതാണ് ട്രാക്ക് ടയറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ട്രാക്ക് ടയർ എനിക്ക് ഭാഗ്യത്തിന് ഹാർലി ഡേവിഡ്സൻ്റെ തന്നെ ട്രാക്ക് ടയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ട്രാക്ക് ടയറാണെങ്കിലും അത്യാവശ്യം അതിൻ്റെ ആ ബ്രാൻഡ് ന്യൂ വരുന്ന ഒരു ലൈൻ ത്രെഡ് ഉണ്ടല്ലോ, നമുക്ക് അറിയാൻ പറ്റുന്ന, അതെല്ലാം ഹാർലി ഡേവിഡ്സൻ്റെ ചിഹ്നം കാണാൻ പറ്റുമോയെന്നറിയില്ല. ഹാർലി ഡേവിഡ്സൻ്റെ എംബ്ലം എല്ലാം അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെ എന്തായാലും കിട്ടി. ഇത് കൊല്ലത്തുനിന്നാണ്, കൊല്ലം ഒരു ഷോപ്പിൽ നിന്നാണ് എനിക്ക് ട്രാക്ക് ടയർ കിട്ടിയത്. അത്യാവശ്യം റീസണബിളായിട്ടുള്ള പ്രൈസിൽ തന്നെ കിട്ടി. ഇതിൽ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഇതുവരെ ടയറൊന്നും മാറിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ ട്യൂബ്ലെസ് ആണോ അതോ ട്യൂബാണോ വരുന്നതെന്ന് അറിയത്തില്ല. കാരണം ട്യൂബ് ആവാനാണ് ചാൻസ്. സ്പോക്ക് വീല് വരുന്നത് കാരണം ട്യൂബ് ആവാനാണ്, ഒരു 90% ട്യൂബ് തന്നെ ആവാനാണ് ചാൻസ്. പിന്നെ വണ്ടി എടുത്ത് ഇതേവരെ എനിക്കൊരു പഞ്ചറോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. വലുതായിട്ട് അങ്ങനെ ഓടിയിട്ടില്ല, അതാണ് സത്യം. ഇതെൻ്റെ ഒരു ജസ്റ്റ് ഒരു ഷോപ്പ് റൈഡ് മാത്രമായിട്ട് എടുക്കത്തുള്ളൂ. ജസ്റ്റ് സിറ്റി ഡ്രൈവിന് എടുക്കും, കൊണ്ടുവയ്ക്കും. ഡെയിലി യൂസായിട്ട് എടുക്കത്തില്ല. അത് കാരണം ടയർ ഞാൻ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് യൂസ് ചെയ്തില്ല. ഇതെല്ലാം ഇവിടെ പോയിരിക്കും. ഇനി റിസ്ക് എടുക്കാനായിട്ട് വല്ലാത്തതുകൊണ്ട് മാറുക. ട്രാക്ക് ടയർ ഞാൻ കൊല്ലം സിറ്റിയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പ്രൈസ് ഇച്ചിരി ഓവറായിരുന്നു. പ്രൈസ് വരുന്നത് 2500 എബോവ് വരുന്നുണ്ടായിരുന്നു. അതും ത്രെഡ് അവർ ചെയ്ത പോലെ നമുക്കൊരു ഫീലും കിട്ടിയായിരുന്നു. ആ ഒരു കാണുമ്പോഴത്തേക്കും അവർ തന്നെ അത് ലൈൻ വരച്ചിട്ടുള്ളൊരു ത്രെഡാണ് ഉള്ളത്. അത് കാരണം പിന്നെ ഞാൻ എടുത്തില്ല. ബ്രാൻഡ് ന്യൂ മിക്കയിടത്തും ചോദിക്കുമ്പോഴത്തേക്കും അവൈലബിൾ അല്ല. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഷോപ്പുകാരെ എടുത്തു തരും. അതും ജസ്റ്റ് 1 പീസ് 18,000 എബോവ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്തു. കൊല്ലം കേരളപുരത്തൊരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴത്തേക്കും ഒരുപാട് ടയറുണ്ട്. വലിയൊരു ഷോറൂമാണ്. അവിടെ ഒരുപാട് ടയേഴ്സ് അവൈലബിളാണ്. സെയിം എൻ്റെ ഈ സൈസ് എനിക്കൊരു 4-5 ടയേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ്. അതിനകത്തൊരു പഞ്ചറുണ്ട്, ഒരു സ്ക്രൂ കയറിയതുണ്ട്. അതെല്ലാം ഒട്ടിച്ച് ഇനി റെഡിയാകണം. എന്നാലും ബെറ്ററായിട്ട് തോന്നുന്നു. 1500 എനിക്ക് പ്രൈസ് ആയിട്ടുള്ളൂ ടയറിന്. ടയർ ഇളക്കാനായിട്ട് ടയർ ഷോപ്പിൽ ഇതിന് പറ്റിയ ടൂളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ജാക്കി വെച്ചിട്ടാണ് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് ടയർ ഇളക്കുന്നത്. നമുക്ക് നോർമലി ഈ പാഡോക്ക് വെച്ചിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പാടുപെട്ടു. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം ഇതായിരുന്നു. കാരണം ഈ വർക്ക്ഷോപ്പിൽ ഹാർലിയുടെ ടയറൊന്നും അവർ ഇതുവരെ ഇളക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പാടുണ്ടായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നൊരു മെയിൻ പ്രോബ്ലം ടയർ ഷോപ്പിലായിരുന്നാലും ഈ നോർമൽ നമ്മുടെ ബൈക്ക് വർക്ക്ഷോപ്പിലും ഇതിൻ്റെ വീൽ ആക്സൽ നട്ട് സൈസ് റെഞ്ചോ സ്പാനറോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഈ പുള്ളി തന്നെ ഒരു ലോറി വർക്ക്ഷോപ്പ് അടുത്തുള്ളിടത്ത് പോയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു റിങ് സോക്കറ്റ് കൊണ്ടുവന്നിട്ട്
ടയർ ഇളക്കുന്നതും തിരിച്ച് സെറ്റ് ചെയ്യുന്നതും. അത് ടയർ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതാണ് ഫൈനൽ സ്റ്റേജ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് സത്യത്തിൽ ഇത് മാറിയത്. കാരണം സ്പോക്ക് വീല് വന്നത് കാരണം ഇത് ട്യൂബ്ലെസ് അല്ല, ട്യൂബ് ആയിരുന്നു. ഈ സെയിം സൈസ് ട്യൂബ് ലോക്കലി അവൈലബിൾ അല്ല. 2-3 വിളിച്ച് ഈ ലോക്കൽ ഷോപ്സ് കൊല്ലത്ത് സപ്ലൈ ചെയ്യുന്ന എല്ലാ ഷോപ്പിലും വിളിച്ചു, പക്ഷേ ഈ സൈസ് അവൈലബിൾ അല്ല. പിന്നെ ഇതിലുണ്ടായിരുന്ന ഓൾഡ് ട്യൂബ് തന്നെ ഇട്ട് 2 ടൈം ട്രൈ ചെയ്തിട്ടും എയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് പഞ്ചറായിക്കൊണ്ടേയിരുന്നു. പിന്നീട് അവിടെ നിന്ന് തന്നെ ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് ട്യൂബ്, ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ട്യൂബ് ഇട്ടിട്ടാണ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിച്ചത്. എന്തായാലും ഇത് ഹാർലി ഡേവിഡ്സൻ്റെ തന്നെ ചിഹ്നമാണ്, ഹാർലി ഡേവിഡ്സൻ്റെ എംബ്ലം തന്നെയാണ്, ഹാർലി ഡേവിഡ്സൻ്റെ ടയർ തന്നെയാണ് കിട്ടിയതും. ഹാർലി ഡേവിഡ്സൺ ഇത്രയും ഈ ഒരു കണ്ടീഷനാണ് ത്രെഡ്. നെക്സ്റ്റ് ഇനി ഇത് അലോയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനുണ്ട്. ഓൾറെഡി ഇവിടെ കൊല്ലത്ത് ട്യൂബ് ബ്രദേഴ്സ് ഷോപ്പിൽ ഞാൻ വിളിച്ച് സംസാരിച്ച് അവരത് കോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം അപ്പോൾ ട്യൂബ്ലെസ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഈ ടയറും അവൈലബിൾ അല്ല. ഇപ്പോൾ 16 റിമ്മ് കിടക്കുന്നത്. അപ്പോൾ 16 നിന്ന് 17 കൺവേർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നോക്കണം എത്ര കോസ്റ്റ് ആവുമെന്നറിയില്ല. റിമ്മ് അലോയി അവൈലബിൾ ആണോ എന്നും അറിയത്തില്ല. ഇതിനോട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും അലോയി കിട്ടുമെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് എടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു. വേറൊരു കാര്യം, ഞാൻ ഈ വർക്ക്ഷോപ്പ് എവിടെയാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ചെയ്തത് ഇത് റിപ്പയർ ചെയ്തും ടയർ മാറ്റിയതും കൊല്ലത്ത് തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പാണ്, കേരളവരല്ല, ഇത് മാമൂട് ജംഗ്ഷനിലാണ്. കൊല്ലം മാമൂട് ജംഗ്ഷൻ ഗോബൂസ് വർക്ക്ഷോപ്പ്. ഇതാണ് ആ വർക്ക്ഷോപ്പ്. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മീറ്റ് ചെയ്യാം.